ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പിച്ചതോടെ വയനാട്ടിലേക്ക് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി സ്മൃതി ഇറാനി എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. രാഹുൽ ഗാന്ധിയെ ഈ രാജ്യം മുഴുവൻ ഓടിക്കുമെന്നും തോൽപ്പിക്കുമെന്നും ഒക്കെ വീമ്പിളക്കിയ നേതാവാണ് സ്മൃതി ഇറാനി. അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഇപ്പോൾ ഗാന്ധി കുടുംബത്തിലെ കുശിനിക്കാരനോട് തോറ്റ് നാണം കെട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഇനി ബി.ജെ.പിയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ ഒരു ഗാന്ധി കുടുംബത്തിലെ ആരെയെങ്കിലും തോൽപ്പിക്കണമെന്നാണ് അവരുടെ മനസ്സിലുള്ളത്. രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചും പ്രതീക്ഷിച്ചും അമേഠിയിൽ കാത്തിരുന്ന സ്മൃതി അവിടെ അടുക്കളക്കാരനോട് തോറ്റുപോയതോടെ രാഷ്ട്രീയ ജീവിതം തന്നെ ഇരുളടഞ്ഞ പോലെയാണുള്ളത്. അതുകൊണ്ട് ശക്തമായി ഒന്ന് തിരിച്ചു വരാൻ പ്രിയങ്ക ഗാന്ധിക്കെതിരെ നിൽക്കാൻ തയ്യാറാകണം. കുശിനിക്കാരനോടല്ല, താൻ പ്രിയങ്കയോട്, അതും കേരളത്തിലാണ് തോറ്റതെന്നൊരു ആശ്വാസമെങ്കിലും സ്മൃതിക്ക് ഉണ്ടാകും. എന്നാൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചതോടെ LDFന്റെയും BJPയുടെയും കൂട്ടക്കരച്ചിലുകളാണ് ഇപ്പോൾ കേൾക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാടിനെ വഞ്ചിച്ചു എന്നാണ് CPI പറയുന്നത്. എന്തിനാണ് രാഹുൽ വയനാട്ടിൽ വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ മത്സരിക്കുന്നത് എന്ന് ചോദിച്ച CPI ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോകാനും അനുവദിക്കുന്നില്ല. മാത്രമല്ല, ഈ ചോദ്യം ചോദിച്ച CPI അയോധ്യയിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചത് വഞ്ചനയല്ലേ എന്ന് പലരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലൊഴികെ രാജ്യത്തുടനീളം രാഹുൽ ഗാന്ധിയുടെ ചിത്രവും വെച്ച് വോട്ട് പിടിക്കുന്ന CPIയുടെ കാര്യം ആനപ്പുറത്തിരിക്കുന്നവനെ നോക്കി കുരക്കുന്ന പട്ടിയേക്കാളും കഷ്ടമാണ്. ഇനി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആണെങ്കിൽ വയനാട്ടിലെ നില അല്പം മെച്ചപ്പെടുത്തിയതോടെ ദേശീയ ശ്രദ്ധ കൊണ്ടുവരാൻ ഒരുപക്ഷെ തയ്യാറായേക്കും എന്നാണ് അറിയുന്നത്. ദക്ഷിണേന്ത്യയിലും നെഹ്റു കുടുംബം ചുവടുറപ്പിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് ഭാവിയിൽ വലിയ നേട്ടമുണ്ടാകുമെന്ന് BJP ഭയക്കുന്നു. അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കളെ തന്നെ കളത്തിലിറക്കി പോരാടാനായിരിക്കും BJPയുടെ നീക്കമെന്നാണ് അറിയുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയവും ജോർജ് കുര്യനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതുമെല്ലാം ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള വയനാട്ടിൽ നേട്ടമാക്കാമെന്ന് BJP നേതൃത്വം ചിന്തിച്ചു വരുന്നു. അവിടെയാണ് സ്മൃതി ഇറാനിയുടെ സ്ഥാനാർത്ഥിത്വം വീണ്ടും ചർച്ചയാകുന്നത്. ഗാന്ധി കുടുംബത്തിലെ അടുക്കളക്കാരനോട് തോറ്റുപോയെങ്കിലും ഗാന്ധി കുടുംബത്തിലെ ആരെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ തോൽപ്പിക്കാമായിരുന്നു എന്ന പഴയ അഹങ്കാരം ഇപ്പോഴും വിട്ടിട്ടില്ലാത്ത സ്മൃതി ഇറാനിക്ക് ഇതൊരു അവസരമാണെന്ന് BJPയും കരുതുന്നു. 79,000-ഓളം വോട്ടിൽ നിന്നും 1,41,000 വോട്ടിലേക്ക് BJP എത്തിയിട്ടുണ്ടെങ്കിൽ ദേശീയ നേതാവ് വന്നാൽ ഇനിയും വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് BJP കണക്കുകൂട്ടിയാൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ സ്മൃതി ഇറാനി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി എത്തിയേക്കും. ഏതായാലും BJP അധ്യക്ഷനായ സുരേന്ദ്രന് കെട്ടിവച്ച കാശു പോയതോടെ ഇനി ആ ഭാഗത്തേക്ക് അദ്ദേഹം ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നില്ല. കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരു രക്തസാക്ഷിയാകാറുള്ള സുരേന്ദ്രൻ ഇതോടെ മാറി നിൽക്കുന്നതോടെ സ്മൃതി ഇറാനി ആ സ്ഥാനത്തേക്ക് വരുമെന്ന് ഉറപ്പിക്കുകയാണ്. CPIക്ക് പ്രിയങ്കയെ നേരിടാനുള്ള കെൽപ്പില്ല എന്ന് മനസ്സിലായതോടെ BJP ഒരു കൈ നോക്കാൻ തന്നെയാണ് തയ്യാറെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ഗാന്ധി കുഞ്ഞിനെ തോൽപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന സ്മൃതി ഇറാനി തന്റെ ദൗത്യവുമായി തെക്കോട്ടെടുക്കും എന്നുറപ്പിക്കാം. ഏതായാലും ഗണപതി വട്ടം തേടിയെത്തുന്ന BJPക്കാർക്ക് ഇത്തവണയും വയനാട് ചിലത് കരുതി വെച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്.